2016 ഏറ്റവും ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുമ്പോൾ നമ്മുടെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അടിസ്ഥാന സൗകര്യം എന്ന വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ നേട്ടങ്ങളാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായത്. ദേശീയപാത അതോറിറ്റിയും ഗെയിലുമെല്ലാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മതിയാക്കി തിരിച്ചുപോയൊരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട നൈരാശ്യം, അതിനെ മറികടക്കാനുള്ള നടപടികളാണ് ഈ സർക്കാർ കൈക്കൊണ്ടത്. കേരളത്തിൽ ഒരു കാരണവശാൽ ഒന്നും നടക്കുകയില്ല എന്ന് എല്ലാവരും പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു പദ്ധതികളും നടപ്പിൽ വരാൻ കഴിയില്ല എന്നൊരു പൊതുജന അഭിപ്രായമുണ്ടായി. എന്നാൽ 2016 ശേഷം നമ്മുടെ ശക്തമായുള്ള പരിശ്രമങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ഏറ്റവും കൂട്ടായി നിന്ന് പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസന മാതൃകകളാണ്. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയ പാത വികസനം, കൊച്ചി ഇടമൺ പവർ ഹൈവേ, പുതുവൈപ്പിൻ LPG ടെർമിനൽ എന്നിവ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഈ സംവിധാനം ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായി എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കൊണ്ട് നടത്തിയ നമ്മുടെ ഈ പരിശ്രമങ്ങൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായി എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്ന് പൊതുജനാരോഗ്യ കാര്യങ്ങളിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് കൈക്കൊണ്ട നടപടികൾ ലോകത്തിലെ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, താഴെത്തട്ടിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി. എല്ലാ സമയത്തും ഡോക്ടർമാരെ ലഭ്യമാകുന്ന രീതിയിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമായി സബ് സെന്ററുകളുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. എല്ലാം ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുടങ്ങിക്കിടന്ന എല്ലാ വികസന പദ്ധതികളെയും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ജലാശയങ്ങൾ, കൃഷിയിടങ്ങൾ, അതൊക്കെ തന്നെ വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായി. ഹെക്ടർ കണക്കിന് ഭൂമിയാണ് പുതുതായി കൃഷി ആരംഭിച്ചത്. ഇതിൻ്റെയൊക്കെ ഫലമായി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു. വ്യവസായ രംഗത്ത് നാം നടത്തുന്ന സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി. അതിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി പാലക്കാട് 1710 ഏക്കർ ഭൂമി 3806 കോടി രൂപ ചെലവിൽ നമ്മൾ ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഈ വ്യവസായ സിറ്റി വിഭാവനം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപാദനം, മെഡിക്കൽ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഗവേഷണം എന്നിവയുടെ കേന്ദ്രമായി കേരളത്തെ മാറ്റാൻ കഴിയുന്ന കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം യാഥാർത്ഥ്യമാകുകയാണ്. തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്കിൽ ന്യൂട്രോളിക്കൽ സംവിധാനങ്ങൾക്കുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മികവിന്റെ ഒരു കേന്ദ്രമായി
ഈ ന്യൂട്രോ ഫാർമസ്യൂട്ടിക്കലിനെ മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വൈദ്യുതി വാഹനങ്ങളിലെ ഘടകങ്ങളുടെ വികസനത്തിനും നിർമ്മാണത്തിനുമായി ഒരു EV കൺസോർഷ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി 25 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ വികസിച്ചത്. എയറോസ്പേസ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രധാന കേന്ദ്രമായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. ഇതിന് കേരള സ്പേസ് പാർക്ക് ആരംഭിക്കാനുള്ള നടപടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മുന്നേറ്റങ്ങളുടെയും വ്യവസായ മേഖലയിൽ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന 4 സയൻസ് പാർക്കുകൾ നമ്മളിപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1000 കോടി രൂപ മുതൽ മുടക്കിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞു. റിന്യൂവബിൾ എനർജി, നെറ്റ് സീറോ എമിനേഷൻ, നാനോ ടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജീനോമിക് സ്റ്റഡീസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ സയൻസസ്, മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നിങ്ങനെ നിരവധി നൂതനമായ പദ്ധതികൾ ഈ വ്യവസായ മേഖലയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ക്ഷേമ മേഖലയിലും കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാനായി പ്രതിവർഷം 11,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾക്കായി 2011 മുതൽ 2014 വരെ ചെലവഴിച്ചത് 9,000 കോടി രൂപയാണ്. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 72,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനുകൾ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത്. നേട്ടങ്ങൾ പലതും കൈവരിച്ചെങ്കിലും ഇനിയും പല മേഖലകളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഉത്തമ ബോധ്യത്തോടുകൂടി നവകേരള നിർമ്മിതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ഇനിയും നടത്തേണ്ടത്. വ്യവസായ വികസനം ത്വരിതപ്പെടുത്തുക, കാർഷിക നവീകരണം സാധ്യമാക്കുക, തദ്ദേശീയമായ തൊഴിൽ സൃഷ്ടിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, ജീവിതശൈലി രോഗങ്ങൾ തടയുക, അതിവേഗ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങി ലക്ഷ്യങ്ങൾക്കായി ഇനിയും പ്രവർത്തിക്കേണ്ടത്. ഭരണ തുടർച്ച 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ വികസനത്തിന്റെ പുതിയ കുതിപ്പുകൾ നടക്കുകയാണ്. കേരളം ഇപ്പോൾ ആ ലക്ഷ്യത്തിൽ ഏറെ മുന്നിലായി. ഇനിയും നവകേരള സൃഷ്ടിക്കായി നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യും. കേരള വികസനം രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ അവസരത്തിലാണ് ഈ ഗവൺമെന്റിന്റെ 9ാം വാർഷികാഘോഷങ്ങൾ ഈ ചടങ്ങിലെത്തിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളും ജനപങ്കാളിത്തത്തോടു കൂടി ഇടപെടാൻ, ജനപങ്കാളിത്ത വികസന ബഹുമുഖ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.